ഹമാസിന്റെ തലവനെ ഇറാനിൽ നുഴഞ്ഞുകയറി വധിച്ച ഇസ്രയേലിന്റെ അത്യപൂർവമായ പദ്ധതികൾ വെളിപ്പെടുത്തുന്നു. ഒരു ആക്ഷൻ സിനിമയെ പോലും വെല്ലുന്ന വിധമായിരുന്നു ഇസ്രയേൽ ഏജന്റുമാർ ഈ പദ്ധതി നടപ്പാക്കിയത്. ഇസ്മായിൽ ഹനിയ താമസിച്ച ഹോട്ടൽ മുറിയിൽ ഹോട്ടൽ പരിചാരകരും തൂപ്പുകാരുമായി നുഴഞ്ഞുകയറിയ ഇസ്രയേൽ ഏജന്റുമാർ മുറിയിലെ ടിവിക്ക് പിറകിൽ IED ടൈമർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ബോംബ് സ്ഥാപിച്ച ശേഷം ഇസ്മായിൽ ഹനിയ മുറിയിൽ എത്തിയപ്പോൾ ആ മുറിയിലെ AC വർക്ക് ചെയ്യുന്നില്ല. AC കേടായത് ഓപ്പറേഷനെ പരാജയപ്പെടുത്തുമെന്ന് ഇസ്രയേൽ ഏജന്റുമാർ ഭയന്നു. ഈ AC കേടായതോടെ ഇസ്മായിൽ ഹനിയെ ഹോട്ടലിലെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ഇതോടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു എന്ന് ഇസ്രയേൽ ഏജന്റുമാർ കരുതി. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ AC ശരിയാക്കിയതോടെ ഇസ്മായിൽ ഹനിയ മുറിയിൽ തിരിച്ചെത്തുകയും പദ്ധതികളെല്ലാം ട്രാക്കിലൂടെ പോകാൻ തുടങ്ങി എന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ച് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ടെഹ്റാനിൽ എത്തിയ ഹനിയെ കൊല്ലാനായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പദ്ധതി. ആ സമയം മുതൽ ഹനിയയുടെ കൊലയാളികൾ ഹനിയയ്ക്ക് സമീപത്ത് തന്നെ നിഴൽ പോലെയുണ്ട്. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ സംസ്കാര ചടങ്ങിൽ വെച്ച് കൊലപ്പെടുത്തിയാൽ അത് ഇറാന് വലിയ നാണക്കേടാകും. മാത്രമല്ല ഇറാനിലെ ജനങ്ങളെയും വൈകാരികമായി ബാധിക്കും. ഇറാനെ അത്രമാത്രം ലോകത്തിനു മുന്നിൽ അപമാനിക്കേണ്ട എന്നും കൊല്ലപ്പെട്ട മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ സംസ്കാര ചടങ്ങുകൾ അലങ്കോലമാക്കരുത് എന്നും നെതന്യാഹുവിന് നിർബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല അത്തരമൊരു ഓപ്പറേഷൻ ഉണ്ടായാൽ സാധാരണക്കാരുടെ മരണത്തിലേക്ക് അത് നയിക്കും. ഇതോടെ അന്ന് ഹനിയെ കൊല്ലാനുള്ള പദ്ധതി ഇസ്രയേൽ ഉപേക്ഷിച്ചു. അന്ന് വേണമെങ്കിൽ ഹനിയെ പുഷ്പം പോലെ ഇസ്രയേലിന് കൊല്ലാമായിരുന്നു. പിന്നീട് ഹനിയയെ എവിടെ വെച്ച് കൊല്ലണം എന്നതായി ഇസ്രയേലിന്റെ ആലോചന. ഇതിനായി ഹനിയ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഹനിയെ എവിടെ കൊല്ലണം എന്നതിനുള്ള ഓപ്ഷനുകൾ തുർക്കി, മോസ്കോ, ടെഹ്റാൻ എന്നിവയായിരുന്നു. ഹമാസ് നേതാവ് പതിവായി പോകുന്ന 3 രാജ്യങ്ങൾ. തുർക്കിയിലാകട്ടെ ഹനിയെ കൊന്നാൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗന്റെ പ്രകോപനപരമായ പ്രതികരണത്തെ ഇസ്രായേൽ ഭയപ്പെട്ടു. അതുപോലെ ഹനിയെ റഷ്യയിൽ വെച്ച് വധിച്ചും ദേഷ്യം പിടിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. ഇതോടെ ഹനിയെ കൊല്ലാനുള്ള സ്ഥലം ഇറാന് നറുക്കു വീണു. ഇറാനെ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനായി ഇസ്രയേൽ തിരഞ്ഞെടുത്തു. ആഡംബരപൂർണമായ വടക്കൻ ടെഹ്റാൻ സമീപ പ്രദേശമായ സാദത്ത് അബാദിലെ അതേ IRGC ഗസ്റ്റ് ഹൗസിൽ ഹനിയയെ ആവർത്തിച്ച് താമസിച്ചത് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നത് എളുപ്പമാക്കി. എന്നിരുന്നാലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്മായിൽ ഹനിയെ ബഹുമാന അതിഥിയായി സംരക്ഷിച്ചു. ഇറാന്റെ മിലിറ്ററിയും പോലീസും അദ്ദേഹത്തിന് ചുറ്റും തോക്കുമായി സുരക്ഷയ്ക്കുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതും ഇസ്രയേലിന്റെ ആസൂത്രണവും എല്ലാം ഹമാസ് നേതാക്കളും ഭയന്നിരുന്നു. ഇറാനും ഇതിനെ ഭയപ്പെട്ടു. ഇറാൻ വൻ സുരക്ഷാ വലയമായിരുന്നു ഹനിയയ്ക്ക് ചുറ്റും ഒരുക്കിയത്. ഈ സുരക്ഷാ വലയം ഭേദിച്ച് ഹനിയെ വധിക്കുക എന്ന വെല്ലുവിളി ഇസ്രയേലിന്റെ മൊസാദ് ഏറ്റെടുത്തു. അതിനായി അവർ കണ്ടെത്തിയത് ഹനിയ താമസിക്കുന്ന മുറിയിൽ നുഴഞ്ഞു കയറുക എന്നതാണ്. ഹോട്ടൽ ജീവനക്കാരുടെ വേഷത്തിൽ ഇത് ഇസ്രയേൽ ഏജന്റുമാർ ചെയ്തു. ഹനിയ പുറത്തുപോയാൽ അയാളുടെ മുറിക്ക് കാവലും സുരക്ഷയുമില്ലായിരുന്നു. ഇതോടെ ഹോട്ടൽ മുറിയിൽ നുഴഞ്ഞുകയറിയ ഇസ്രയേൽ ഏജന്റുമാർ ഹനിയയുടെ മുറിയിലെ ടിവിക്ക് പിറകിൽ IED ടൈമർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ഈ ടൈമർ ബോംബ് ഇസ്രയേലിൽ നിന്നും നിർദ്ദേശിച്ചതിനേക്കാൾ വലിപ്പമുള്ളതായിരുന്നു. കാരണം നുഴഞ്ഞുകയറി സ്ഥാപിക്കുന്ന ബോംബ് പൊട്ടിയാൽ കട്ടിലിൽ കിടക്കുന്ന ഹനിയെ കൊല്ലപ്പെടണമെന്ന് ഏജന്റുമാർ ഉറപ്പിച്ചു. അത്ര പാടുപെട്ട് നടത്തുന്ന ഓപ്പറേഷൻ പാളരുത് എന്നതിനാലാണ് വലിയ മുറിയിലെ ടിവിക്ക് പുറകിൽ IED ടൈമർ ബോംബ് സ്ഥാപിച്ചത്. എങ്കിലും ഇത് ഹോട്ടൽ തകരാതിരിക്കാനും അടുത്ത മുറികളിലുള്ളവർ കൊല്ലപ്പെടാതിരിക്കാനും കഴിയും വിധം വലിപ്പം കുറവായിരുന്നു. ആസൂത്രിതമായ ബോംബ് സ്ഥാപിച്ച ശേഷം വൈകിട്ട് ഹനിയ മുറിയിലെത്തി. 8 മണി രാത്രിയോടെയാണ് AC കേടാകുന്നത്. ഇതോടെ ഹമാസ് നേതാവ് മുറി വിട്ടു. ഹനിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുമെന്ന് ഇസ്രയേൽ ഭയപ്പെട്ടിരുന്നു. ഇത് മുഴുവൻ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുമെന്നും ഇസ്രയേൽ ഭയപ്പെട്ടു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം AC യൂണിറ്റ് ശരിയാക്കി ഹനിയ തന്റെ മുറിയിലേക്ക് മടങ്ങി. പുലർച്ചെ 1:30 IED പൊട്ടിത്തെറിച്ചു. ഹനിയയുടെ അതിഥി മുറിയുടെ പുറം ഭിത്തിയിലൂടെ ഒരു ദ്വാരം വയ്ക്കുകയും IRGC കോമ്പൗണ്ടിനെ മുഴുവൻ കുലുക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ഒരു ഓൺസൈറ്റ് IRGC ഫസ്റ്റ് എയ്ഡ് ടീം ഹനിയയുടെ മുറിയിലെത്തി. താമസിയാതെ അദ്ദേഹത്തിന്റെ മരണം പ്രഖ്യാപിക്കാൻ അവർ നിർബന്ധിതരായി. ഹനിയയുടെ ഡെപ്യൂട്ടി ഖലീൽ അൽ ഹയ അടുത്തെത്തി. ഹമാസ് നേതാവിന്റെ രക്തം പുരണ്ട മൃതദേഹം കണ്ട് മുട്ടുകുത്തി കരഞ്ഞുവെന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ നാഥൻ പോയി എന്ന് പറഞ്ഞ് തറയിൽ കിടന്ന് ഹനിയയുടെ ഖലീൽ കരഞ്ഞു. ഇറാനിയൻ പൗരന്മാരോ IRGC അംഗങ്ങളോ ഹമാസ് ഉദ്യോഗസ്ഥരോ ഉൾപ്പെട്ടിരിക്കേണ്ടതുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇസ്രയേൽ ഏജന്റുമാർക്ക് ഈ ഓപ്പറേഷൻ വളരെ സങ്കീർണമായിരുന്നു എന്ന് നെറ്റ്വർക്കുമായി സംസാരിച്ച വിശകലന വിദഗ്ധർ പറഞ്ഞു. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ഖാനി തന്നെ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയെ വിളിച്ച് ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെട്ടതായി പറഞ്ഞു. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ഖമേനി ഉടൻ തന്നെ ഇറാനോട് ഉത്തരവിട്ടു. എന്നാൽ ഖമേനി പറഞ്ഞിട്ടും ഇസ്രയേലിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇറാൻ പട്ടാളത്തിനായില്ല. ഇറാൻ പരമോന്നത നേതാവ് ഖൊമേനി IRGCക്ക് അയച്ച സന്ദേശം ഇറാന് കൂടുതൽ നാണക്കേടായി മാറി.
തങ്ങളുടെ നേതൃത്വത്തെ ഇസ്രായേൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തു എന്ന് അന്വേഷിക്കുന്നതിന് ഇറാൻ മുൻഗണന നൽകുന്നതായി തോന്നിയതിനാൽ പ്രതികാര നടപടി പിന്നീട് ഉപേക്ഷിച്ചു. 2 മാസത്തിന് ശേഷം മാത്രമാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഒക്ടോബർ 1 മിസൈൽ ആക്രമണം നടത്തിയത്. അത് യുഎസിന്റെയും ജോർദാൻ സൈന്യത്തിന്റെയും കൂടെ IDF വലിയ തോതിൽ തകർത്തു. ഹാനിയെ പോയ ഒഴിവിലേക്ക് ഹമാസ് പോളിറ്റ് ബ്യൂറോ തലവനായി യഹ്യ സിൻവാർ നിയമിച്ചു. അതുവരെ യഹ്യ സിൻവാർ ഗാസ മേധാവിയായിരുന്നു. എന്നിരുന്നാലും ഒക്ടോബർ 16-ന് തെക്കൻ ഗാസ നഗരമായ റഫേൽ വെച്ച് IDF സൈന്യം അദ്ദേഹത്തെ വധിച്ചതിനാൽ സിൻവാറിന്റെ ഭരണം ഹ്രസ്വകാലമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.